അനിയൻ ചേട്ടന് കാപ്പി എടുക്കട്ടെ? നീ എന്താ പൊട്ടു തൊടാത്ത? മറന്നുപോയി. മറക്കരുത്. എനിക്ക് നിന്നെ എന്നും അങ്ങനെ കാണണം, എന്റെ സ്വന്തമായിട്ട്. അത് പറയാനാ ഞാൻ വന്നത്. എന്തിനാ കരയുന്നത്? നിനക്ക് ഞാനില്ലേ മോളെ? എനിക്ക് നിന്നെ എന്റേതാക്കാൻ താലി കെട്ടി ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ ഞാൻ വിളിച്ചോണ്ട് പോകും, നീ വരുമെങ്കിൽ. അതല്ല, നിനക്ക് അനിയൻ ചേട്ടൻ അങ്ങനെ കാണാൻ കഴിയുന്നില്ലെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെടുന്ന ആളിനെ കൊണ്ട് നിന്റെ കല്യാണം ഞാൻ നടത്തി തരും. മുത്തശ്ശിയുടെ ആഗ്രഹം എന്റെ ആഗ്രഹത്തെക്കാൾ വലുതാണെന്ന് എനിക്ക് തോന്നി. അതാ ഞാൻ ഒന്നും പറയാതിരുന്നത്. നീ എന്താ ഒന്നും പറയാത്തത്? ഞാൻ കാപ്പി എടുത്തോണ്ട് വരാം. അമ്മേ, ഗോദവർമ്മ തമ്പുരാന്റെ പത്നി ആത്മഹത്യ ചെയ്തു. കഷ്ടമായി പോയി. ഞങ്ങൾക്കിനി ആരുമില്ല അമ്മാവ. ഞങ്ങളൊക്കെ ഇല്ലേ? ചേട്ടാ, ഞാനിനി ചേച്ചിയോട് എന്ത് പറയാനേ ചേട്ടാ? ചേച്ചി, ദീപം. നമുക്ക് അങ്ങോട്ടൊന്ന് പോണ്ടേ അപ്പ? അമ്മയ്ക്ക് വേണമെങ്കിൽ പോവാം, ഞാനില്ല. അമ്മായി, ഞാൻ കൂടെ വന്നോട്ടെ? സുദർശൻ ഒന്ന് കാണണം. വേണ്ട. നിനക്കൂടെ വന്നൂടെ അപ്പ? ഐ ആം നോട്ട് കമ്മിങ്. ഷീ ഈസ് നോട്ട് കമ്മിങ് വിത്ത് യു. അമ്മയ്ക്ക് വേണമെങ്കിൽ പോവാന്ന് പറഞ്ഞില്ലേ? എന്തിനാ വന്നത്? എല്ലാരും കൂടെ കൊല്ലില്ലേ എന്റെ അമ്മയെ? കുഞ്ചു, ഞാൻ എന്റെ അമ്മയെ കത്തിച്ചളഞ്ഞപ്പച്ച് കരയേണ്ട പോലെ. ചേട്ടാ, എല്ലാം ഭംഗിയായില്ലേ മോളെ? ഇവിടെ എല്ലാം ഭംഗിയായി. ഇരിക്കപ്പിണ്ടം പോലെ ഇരിക്കുന്ന കട്ടില് അപ്പച്ചി അപ്പച്ചി എന്ന് വിളിച്ച് നിന്റെ പിറകെ നടന്നിട്ടുള്ള നമ്മുടെ സുഖമായിരിക്കുന്നത്. അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല.
അവളുടെ അമ്മയും ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തത് മുഴുവൻ എഴുത്തുപുരക്കാരാ. എന്റെ മോൻ ചെയ്ത തെറ്റ് തിരുത്താൻ എനിക്ക് സാധിച്ചു. നിന്റെ മോൻ ചെയ്ത തെറ്റ് തിരുത്താൻ എന്നെ കൊണ്ടായില്ലല്ലോ മോളെ. ഒരു വാക്ക് എനിക്ക് അവളോട് പറയാൻ കഴിഞ്ഞില്ല. അറിയാവുന്ന അക്ഷരങ്ങൾ പോലും അറുതി പറഞ്ഞ് മാറി നിൽക്കുക. മടിയിലിരുത്തി വളർത്തിയ പേരക്കുട്ടിയോട് എങ്ങനെയാ ഞാൻ പൊറുക്കണേന്ന് പറഞ്ഞു. എല്ലാവരും അകന്നകന്നു പോകുന്നല്ലോ എന്റെ വിഷ്ണുമായ. എനിക്കിതൊന്നും ചേരില്ലെന്ന് അന്നേ ഞാൻ പറഞ്ഞതല്ല അപ്പച്ചി. എന്നാ പിന്നെ അനിയൻചേട്ടാ, അനിയൻചേട്ടൻ പോകുന്നില്ലേ? എങ്ങോട്ട്? അനിയൻചേട്ടന്റെ വീട്ടിലേക്ക്. പോണോ? ഇനി പോണം. ചെയ്യേണ്ടതെല്ലാം അനിയൻചേട്ടൻ ചെയ്തു കഴിഞ്ഞു. ചെയ്യേണ്ടതൊന്നും അനിയൻ ചേട്ടൻ ചെയ്തില്ല മോളെ. താമസിച്ചു പോയി. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. നീ ഒട്ട് പറയുന്നുമില്ല. നീ വരുന്നില്ലേ എന്റെ കൂടെ? ഇല്ല, ഒരിക്കലും ഇല്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു? അന്ന് അനിയൻചേട്ടന്റെ പേര് പറഞ്ഞല്ലേ എല്ലാരുടെ മുമ്പ് വെച്ച് ഞാൻ അവമാനിച്ചത്. അത് അനിയൻചേട്ടന്റെ കൂടെ ഞാൻ ഇറങ്ങി വന്നാൽ ഞാൻ ആരായി അനിയൻചേട്ടൻ? അവരെന്നെയും അനിയൻചേട്ടനെ പറ്റി പറഞ്ഞതൊക്കെ ശരിയാണെന്ന് വരില്ലേ? അതൊക്കെ തെറ്റായിരുന്നു എന്ന് ഈ ജീവിതം കൂടി എനിക്ക് തെളിക്കണം. അതിന് അനിയൻചേട്ടൻ എന്നെ സഹായിക്കണം. എന്നെ മറക്കണം. കഥ കടച്ചു കിടന്നു.